Hi everyone, I am Riswana, third year MBBS student. ഈ ഒരു വീഡിയോ മെയിൻലി ഫോർ കമ്മിങ് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടാണ്. MBBSന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ടുക്ക് മീ 2 years ടു റിയലൈസ് വാട്ട് ഈസ് മെഡിക്കൽ കോളേജ് ആക്ച്വലി. കാരണം അക്കാദമിക്കലി ആണെങ്കിലും റിയൽ ലൈഫ് ആണെങ്കിലും എങ്ങനെയാണ് മാനേജിങ് കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം ഒരു മെഡിക്കൽ കോളേജിൽ നമ്മൾ എത്തിയാൽ എങ്ങനെയായിരിക്കണം ആ ഒരു കണ്ടീഷൻസും സിറ്റുവേഷൻസും സറൗണ്ടിങ്സിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. സോ അത്യാവശ്യം ടൈം എടുത്തു എനിക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്യാരക്ടർ അതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് അറിഞ്ഞത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതുവരെ അപ്രോച്ച് ചെയ്തൊരു രീതി ആയിരിക്കില്ല നമ്മൾ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ കുറേ കാര്യങ്ങളുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും ലൈക്ക് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയറിലായാലും എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് വരിക, എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ടോട്ടലി ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് വരും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിൻലി പറയുന്നത്. സോ ദിസ് വീഡിയോ മെയിൻലി ഇൻക്ലൂഡ്സ് അക്കാദമിക്സ്, അവർ സ്കിൽസ്, സീനിയേഴ്സ്, ഫ്രണ്ട്സ്, പേഴ്സണൽ ലൈഫ്, റൂം സർവൈവൽ, പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ എക്സാംസ്. ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ടൈമിലും അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അക്കാദമിക്സിൽ വരാം. കാരണം ഇപ്പം നീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്രത്തോണ്ട് പഠിക്കാനുണ്ടായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. സോ ബേസിക്കലി ഞാനിപ്പം ടോപ്പിക്സ് എത്രത്തോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സിലബസ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. മെയിൻലി എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ മെയിൻലി പറയുന്നത്. അതിനൊക്കെ മുന്നേ മെഡിക്കൽ കോളേജ് എന്നുള്ള പറയുന്നതിനെ പറ്റി, മെഡിക്കൽ കോളേജ് എന്നുള്ളൊരു വേർഡ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് മെഡിക്കൽ കോളേജ്, എത്രത്തോണ്ട് പഠിക്കാനുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നവർ ഓൾറെഡി MBBSന് അഡ്മിഷൻ എടുത്തവരുടെ അടുത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും. സോ അവരൊക്കെ എല്ലാവരും ഓരോ കാര്യങ്ങളായിരിക്കും പറയുക, ഓരോ അവരവരുടെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യങ്ങളായിരിക്കും മെഡിക്കൽ കോളേജിനെ പറ്റി പറയുക. ആക്ച്വലി മെഡിക്കൽ കോളേജ് വിൽ ബി, നിങ്ങൾ കാണുന്നൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിരിക്കും. വേറൊരാൾ പറഞ്ഞു കേട്ടതിനേക്കാളും എക്സ്ട്രീം. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ, എത്രയൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നിങ്ങളത് വന്ന് കഴിഞ്ഞ് ഒരു 1 year കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഓരോരുത്തരും അവരുടെ വിഷൻ ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ കാണുന്ന രീതിക്കുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞാലായിരിക്കും ആക്ച്വലി മനസ്സിലാവുക. സോ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. സോ സത്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും അവിടുന്ന് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസ് ആയാലും അക്കാദമിക്കലി ആയാലും ഏതൊരു കാര്യം എടുത്താലും ഇറ്റ് വിൽ ബി സോ ഡിഫറെൻറ്റ്. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അക്കാദമിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ നീറ്റ് പഠിച്ച് കഴിഞ്ഞു, 1 year പഠിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടു. സോ ഒരു റെസ്റ്റ് എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ MBBSൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് അടിച്ച് പൊളിക്കാൻ, കുറച്ച് ചില്ല് ചെയ്യാനൊക്കെ അതിനോടൊപ്പം പഠിക്കാനും താല്പര്യമുള്ളവരായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. സോ അവരോട് എനിക്ക് പറയാനുള്ളത് അക്കാദമിക്സ് MBBSൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രത്തോണ്ട് എൻജോയ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എക്സാംസ് വിൽ കം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്ക് ഫെയറി സ്റ്റോറീസ് പോലെ ഒരു ഫാൻറ്റസിക്ക് അപ്പുറം ഒരു ലൈഫുണ്ട്. സോ എന്തായാലും നമ്മൾ അക്കാദമിക്സ് എന്താണെങ്കിലും നമ്മൾ ഈ ഒരു MBBS ലൈഫിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ അത് അപ്പപ്പോൾ പഠിച്ചു പോയാൽ ഇറ്റ് വിൽ ബി സോ ഈസി. സോ ഈസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എക്സാം ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന ആ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ടഫസ്റ്റ് പീരീഡ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ എക്സാമിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം. കാരണം എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ. സോ ആ ഒരു ടൈമിലും സിലബസ് ഭയങ്കര വാസ്റ്റാണ്. സോ എത്രത്തോണ്ട് നമുക്ക് പഠിച്ച് പോകാനായിട്ട് പറ്റുമോ അത്രയും എഫക്റ്റീവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിലുള്ള സ്ട്രെസ്സ് കുറച്ച് കുറഞ്ഞു കിട്ടും. സോ എന്തൊക്കെ പഠിക്കേണ്ട, എന്തൊക്കെ ചില്ല് ചെയ്യുക എന്ന് പറഞ്ഞാലും ആ ഒരു അക്കാദമിക്കലി നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫിൽ പഠിക്കാനായിട്ട് ഇത്ര ടൈം മാറ്റി വെച്ചാൽ
നമുക്ക് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നാലും എക്സാമിൻ്റെ ടൈമിൽ വരുമ്പോൾ നമുക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവണം എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. സോ എങ്കിലും നമുക്ക് നമ്മുടെ പഠിച്ചു പോയാൽ, ആ ഒരു ടൈമിൽ പഠിച്ചു പോയാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു. അതുപോലെ തന്നെ ഇപ്പം ഇന്റേണൽസ് കാര്യങ്ങളൊക്കെ, എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പഠിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ നീറ്റിന് പഠിച്ച പോലെ ആയിരിക്കില്ല. കാരണം ഫുള്ളി സബ്ജക്റ്റീവ് വൈസ് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, കംപ്ലീറ്റ് എസ്സേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതിൻ്റേതായിട്ടുള്ള പഠിക്കേണ്ട രീതിയിലും ഡിഫറൻസ് ഉണ്ടാക്കണം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോകാനായിട്ട് പറ്റുന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസിനെക്കാട്ടും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു MBBS എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മോർ ദാൻ ബുക്കിലുള്ള കാര്യങ്ങൾക്കപ്പുറം നമ്മൾ നമ്മുടെ ലൈഫിലും കുറേ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഡിഗ്രിയാണ് MBBS എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. സോ അക്കാദമിക് വൈസ് നിങ്ങൾക്ക് നന്നായി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റിയ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു. കാരണം ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പം, ഈ ഒരു MBBS ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പാടായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ടൈമൊക്കെ ഉണ്ടായിരിക്കും. സോ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇയർ നന്നായി അത്യാവശ്യം കളിച്ച് നടന്നൊരു കുട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്ക് എനിക്ക് അത്ര റിഗ്രറ്റ് കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ അത്യാവശ്യം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു ഇയറും കൂടെയാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, ഈ ഒരു MBBS ലൈഫിൽ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായിട്ടില്ലെങ്കിലും അവസാനം ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ കുറച്ച് ടഫായിരുന്നു സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അക്കാദമിക്കലി പറയുകയാണെങ്കിൽ. MBBS എന്ന് പറയുമ്പോൾ കുറേ ഓതേഴ്സ് ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരിക്കും. സോ കുറേ ഓതേഴ്സിൻ്റെ ബുക്സ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ടേസ്റ്റിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ബുക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത് അക്കാദമിക് ബേസിൽ. സോ ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ ബുക്കും വാങ്ങി നമ്മൾ പഠിക്കണം എന്ന് ആരും ഒരിക്കലും പറയില്ല. സോ നിങ്ങൾ അറിയുക, ഓരോ ബുക്കിനെ പറ്റി അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് പറ്റിയ ബുക്സ് ഏതാണോ അതുപോലെ തന്നെ ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്യുന്ന ഒരു ഡിഗ്രി അല്ല MBBS എന്ന് പറയുന്നത്. സോ ഒരു ടോപ്പിക്കിനെ പറ്റി കുറേ ഓതേഴ്സ് പറയുന്ന ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചാലായിരിക്കും നമുക്ക് മനസ്സിലാവുക. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. സോ അക്കാദമിക്കലി എന്ന് പറയുമ്പം പഠിച്ചു പോയാൽ നമുക്ക് ലാസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കംപ്ലീറ്റ്ലി ഈസി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും പഠിക്കാനും കാര്യങ്ങൾക്കും. ഇതാണ് അക്കാദമിക്കലി എനിക്ക് പറയാനുള്ളത്. എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കണം എന്നൊന്നും പറയില്ല, പക്ഷേ ഡെയിലി ഒരു 1 to 2 hours നിങ്ങൾക്ക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അക്കാദമിക്കലി നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ മെയിൻലി പറയുന്നത് നമ്മുടെ ഓൺ സ്കിൽസിനെ പറ്റിയിട്ടാണ്. ഓൺ സ്കിൽസ് എന്ന് പറയുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ സ്കില്ലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് MBBS വന്ന ശേഷമാണ്. സോ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുമ്പം നല്ല ടഫായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. സോ സർവൈവ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. പിന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ടൈം കൊടുക്കാതെ വേറെ കുറേ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് നമുക്ക് ലൈഫിലൊന്നും കിട്ടാനായിട്ടില്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ വർക്കും അതുപോലെ തന്നെ വർക്ക് മീൻസ് നിങ്ങൾ സ്റ്റഡിയിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമും നിങ്ങൾ ഒരുപോലെ കണ്ടുപിടിക്കണം. കാരണം ഈ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനപ്പുറം ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ PG എന്നൊക്കെ പറയുമ്പം ഈ ഒരു ഫേസ് ഇപ്പം നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്ന ഫേസിനെക്കാട്ടും കുറച്ചുകൂടെ ടഫായിരിക്കും. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മാക്സിമം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളോ നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ ഗ്രേഡോ നിങ്ങളുടെ ഗ്രേഡോ കാര്യങ്ങളോ നിങ്ങളുടെ മാർക്കോ നിങ്ങൾക്ക് ഇത്ര മെഡൽസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര ഓണേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നൊന്നും ആരും പറയാനായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും ചിലപ്പോൾ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്രണ്ണത്തിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്, ഈ സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ഹോണർ കിട്ടിയിരിക്കുന്നത്, അങ്ങനെയൊന്നും ആരും പറയാനായിട്ടുണ്ടാവില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കോളേജിന് എന്തൊക്കെ സ്കില്ലാണ്, നിങ്ങളുടെ എന്തൊക്കെ സ്കില്ലിലാണ് നിങ്ങൾ കുറച്ചുകൂടെ അറിയപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കുക. സോ എൻ്റെ കുറേ സ്കിൽസും കാര്യങ്ങളൊക്കെ ഈവൻ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ ആഫ്റ്റർ ജോയിനിങ് MBBS. അതും സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോഴാണ് എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ കുറേ ഐഡിയ കിട്ടിയത്. പിന്നെയും എനിക്ക് ആലോചിക്കാറുണ്ട് ഇതത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വീഡിയോസ് ഇടുക എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു ടൈം എനിക്ക് ഈ ഒരു തോട്ട് എനിക്ക് വന്നത് ഞാൻ സ്റ്റഡീസിൻ്റെ ഒരു പ്രഷർ അത്രയും
കൂടി കൂടി നിൽക്കുന്ന അത്രയും ലൈക്ക് ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് സ്റ്റഡീസിൻ്റെ സ്ട്രെസ് അത്രയും തലയ്ക്ക് പിടിച്ചൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എൻ്റെ ഒരു സെൽഫ് റിലാക്സേഷനും അതുപോലെ തന്നെ വേറൊരു ഹോബി എന്നുള്ള രീതിക്ക് തുടങ്ങിയതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും കുറേ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു MBBSലേക്ക് വരുന്ന ടൈം. സോ ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു ഓൺലി സ്റ്റഡിയും, കാരണം അതിലപ്പുറം കുറേ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുക. ചിലർക്ക് സ്റ്റഡീസ് മാത്രം ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ടായിരിക്കും, പക്ഷെ അതിലപ്പുറം നിങ്ങളുടെ ഓൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു ഡിഗ്രി, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു MBBSന് ജോയിൻ ചെയ്തതിന് ശേഷം. കാരണം കുറേ പ്രോഗ്രാംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇപ്പം നിങ്ങൾ സ്റ്റഡി ബേസ്ഡ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ ക്വിസസ് കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഞാനൊക്കെ MBBSന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് മെയിൻലി ഡാൻസിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി തുടങ്ങിയത് ഞാൻ MBBSന് ശേഷമാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ബിൽഡ് യുവർ ഓൺ സ്കിൽസ്, കാരണം അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവർ ഓൺ സ്കിൽസിനെ ലൈക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ അതിന് നിങ്ങൾ എന്തായാലും ടൈം കണ്ടെത്തണം. സോ ലെറ്റ്സ് കമ്മിങ് ടു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഏതൊരു കാര്യം ആയിക്കോട്ടെ. ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആണിത്. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ലൈക്ക് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന ഉടനെ തന്നെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇനി ഒരു 5 ഇയേഴ്സിന് ഇവളായിരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഈ ഒരു ബോയ് ആയിരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ലൈക്ക് അത് നിങ്ങൾക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസസ് തന്നേക്കാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ തന്നെ കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആയിട്ടിരിക്കുക. എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ലൈക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വൈബ് ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുക. സോ നിങ്ങൾ തുടക്കത്തിൽ വിചാരിക്കും ഇവളായിരിക്കും എൻ്റെ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുക എന്ന് വിചാരിക്കുന്നവരൊന്നും ആയിരിക്കില്ല ലാസ്റ്റിലേക്ക്. ഈവൻ ലാസ്റ്റിലേക്കൊന്നും വേണ്ട, ഫസ്റ്റ് ഇയർ ലാസ്റ്റിൽ തന്നെ ലാസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ കൂടെ അവരൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ എത്രത്തോണ്ട് ജനറൽ ആയിട്ട് എല്ലാവരോടും സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ അത്രയും നല്ലതാണ്, പ്രത്യേകിച്ച് MBBSൽ. കാരണം അപ്പോഴാണ് ഓരോരുത്തരെയും പറ്റി അറിയാനായിട്ട് പറ്റുള്ളൂ, ഓരോരുത്തരെയും നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടെ ടോക്ക് ചെയ്യാൻ പറ്റുന്നത് ആരാന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. സോ സ്റ്റാർട്ടിങ് കാണുന്ന ആളെ തന്നെ പോയിട്ട് ഫ്രണ്ടാണ് ഇനി നമ്മളങ്ങനെ ഫുള്ള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. എത്രത്തോണ്ട് ജനറൽ ആവാനായിട്ട് പറ്റുമോ അത്രയും ജനറലായിട്ട് നിങ്ങൾ എല്ലാവരുടെ അടുത്തും നിൽക്കുക. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തമിഴ്നാട് കോളേജിലായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ടോക്കിംഗ് ഇപ്പോൾ വേറൊരു അവർ ഭാഷ വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ലൈക്ക് എത്രത്തോണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിച്ച് നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ നമ്മൾ കൂടുതൽ നമ്മുടെ ലാംഗ്വേജിലുള്ള കുട്ടികളുമായിട്ടായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക സ്റ്റാർട്ടിങ്. പക്ഷേ എങ്കിലും നിങ്ങൾ ബാക്കിയുള്ളവരോടും കൂടെ വേറൊരു ലാംഗ്വേജിലുള്ള കുട്ടിയാണെങ്കിലും അവരുടെ രീതിക്ക് നമ്മൾ അപ്പോഴാണ് ലാംഗ്വേജും കൂടെ നമ്മൾ പഠിക്കുള്ളൂ. സോ എൻ്റെ എന്നൊക്കെ പറയുമ്പം സ്റ്റാർട്ടിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഓരോരുത്തരെ പറ്റി നമ്മൾ അറിയുന്നത്. കുറേ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നത്. ഓരോരുത്തരോട് സംസാരിച്ചാലും ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വൈബ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ എത്രത്തോണ്ട് ജനറൽ ആവാനായിട്ട് പറ്റുമോ അത്രത്തോണ്ട് ജനറൽ ആവുക. കാരണം നിങ്ങൾ കാണുന്നവരൊന്നും ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈക്ക് കുറേ നല്ല കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് കാണാൻ ആഗ്രഹിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും. അല്ല നിങ്ങൾ സക്സസ് ആയ അത്രയും ഹാപ്പി ആവുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. സോ ലൈക്ക് ഈ ഒരു ഫേസ് ഏതൊരു ഫേസ് ആയിക്കോട്ടെ, ലൈഫിൻ്റെ ഏതൊരു ഫേസ് ആയിക്കോട്ടെ, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെസ്സിങ് ആണ്. സോ അത് നല്ല വൈസ്ലി ചൂസ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ എക്സ്പെഷ്യലി. കാരണം നമ്മൾ ആ ഒരു 5 ഇയേഴ്സ് നമുക്ക് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യേണ്ടതാണ്. ഈവൻ ഇഫ് ലൈക്ക് ഫൈറ്റ് വിത്ത് സമ്മൺ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്താലും ലൈക്ക് ആ ഒരു 5 ഇയേഴ്സ് നമ്മൾ അയാളെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോണ്ട് ജനറലായിട്ട് നിന്ന് എത്രത്തോണ്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റും എല്ലാവരുമായിട്ട് ഒരുപോലെ മിങ്കിൾ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. ലൈക്ക് ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ, നമ്മുടെ കാര്യങ്ങളല്ല നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആരുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിഞ്ഞു തുടങ്ങുന്നത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴായിരിക്കും. സോ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് വൈസ്ലി. കാരണം അതും നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് സീനിയേഴ്സ്. കാരണം നമ്മുടെ ഈ ഒരു ലൈഫിൽ, നമ്മുടെ ഈ ഒരു 5 ഇയർ ഡിഗ്രിയിൽ അത്യാവശ്യം നല്ലൊരു റോള് വഹിക്കുന്നവർ സീനിയേഴ്സ് തന്നെയാണ്. നമുക്ക് ബുക്കിൻ്റെ കാര്യങ്ങളായാലും നമുക്ക് എക്സാംസിൻ്റെ ടൈമിലായാലും നല്ലൊരു അഡ്വൈസ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു സീനിയർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലേ അവർക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ
ആരും ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ലൈക്ക് എനിക്കൊരു 2 ഇയേഴ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, നമ്മൾ ചോദിച്ച് ആ ഒരു ഹെൽപ്പ് വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം. സോ കാരണം എല്ലാവരും നമ്മൾ അറിഞ്ഞ് നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല മോസ്റ്റ്ലി. അതേതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യുക. കാരണം എല്ലാവരും നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല, പ്രത്യേകിച്ച് നമ്മളൊരു കോളേജ് ലൈഫിലേക്ക് വരുമ്പം. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് നല്ല സീനിയേഴ്സിനെ കിട്ടാനായിട്ട് നോക്കുക. നല്ലൊരു ക്യാരക്ടറുള്ള കുറേ ഒട്ടുമിക്ക സീനിയേഴ്സും അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്യുന്ന സീനിയേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ റാഗിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കോളേജിൽ അത്ര റാഗിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ റാഗിങ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ കോളേജിൽ അങ്ങനെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഈവൻ ഒരു 2% സീനിയേഴ്സ് മാത്രമേ പിന്നെ റാഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുള്ളൂ. അതും കുറേയൊക്കെ സീനിയേഴ്സ് ലൈക്ക് ഭയങ്കര ചില്ലായിട്ടായിരിക്കും നമ്മളെ റാഗ് ചെയ്യാനെങ്കിലും ഉണ്ടായിരിക്കുക. ടു ബി ഹോണസ്റ്റ് കുറേയൊക്കെ സീനിയേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മോസ്റ്റ്ലി. പക്ഷെ നിങ്ങൾ ചോദിച്ചാലേ അവർക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ്. സോ നിങ്ങൾ ചോദിച്ചാൽ അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. പക്ഷെ എങ്കിലും കുറച്ച് സീനിയേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്ത സീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ എല്ലാവരോടും നമുക്ക് സംസാരിച്ച് എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോളേജ് ലൈഫിൽ പോകാനായിട്ട് പറ്റില്ല. പക്ഷെ മാക്സിമം ആരുടെയും ഒരു ടാർഗറ്റായിട്ട് വരാതിരുന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം സമാധാനത്തിൽ പോകാം. എക്സ്പെഷ്യലി ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് പ്രൊഫസേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ പ്രൊഫസേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സിനെ കിട്ടേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം MBBS. എക്സ്പെഷ്യലി ഞാൻ സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. കുറേയൊക്കെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ എനിക്ക് കോളേജിൽ അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഫസേഴ്സിനെയും കാര്യങ്ങളും ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ എല്ലാ കോളേജിലും അങ്ങനെയാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കോളേജ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും ഏറ്റവും കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിന്നാൽ അവരുടെ അത്രയും അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത്യാവശ്യം സ്മൂത്തായിട്ട് നമ്മുടെ അക്കാഡമിക്സ് പോവും. എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഞാൻ അത്രയും ഒരു പെറ്റായിട്ട് നടക്കുന്നൊരു കുട്ടിയൊന്നും അല്ല. പക്ഷേ എങ്കിലും നമ്മൾ അവരുടെ ഒരു ടാർഗറ്റ് അല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ അത്യാവശ്യം സേഫ് ആയിരിക്കും അക്കാഡമിക്കലിയും. അതുപോലെ തന്നെ മാർക്കിൻ്റെ കാര്യമാണെങ്കിലും എക്സാംസിൻ്റെ ടൈം വരുമ്പോഴും മെയിൻലി പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ അത്യാവശ്യം നമ്മൾക്ക് അഡ്വൈസ് തരാനും കാര്യങ്ങൾക്കൊക്കെ പ്രൊഫസേഴ്സ് കുറച്ചുകൂടെ മിങ്കിൾ ആവണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എന്തായാലും കൊടുക്കണം. അതാണ് പ്രൊഫസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നിങ്ങൾ ഈ ഒരു ഇത്രയും നാൾ എത്രത്തോണ്ട് ഫ്രണ്ട്ലി ആണ്, എത്രത്തോണ്ട് ടീച്ചേഴ്സുമായിട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞാലും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, അവർ നമുക്ക് വെക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നിട്ട് അതിനപ്പുറം നമ്മൾ ബിഹേവ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവരുടെ ടാർഗറ്റായിട്ട് മാറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ. മെയിൻലി മെഡിക്കൽ കോളേജിൽ. എനിക്ക് ബാക്കിയുള്ള കോളേജസ് കുറച്ചുകൂടെ പ്രൊഫസേഴ്സൊക്കെ കമ്പനി ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൻ്റെ ഒരു POV വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സോ മെയിൻലി ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ലൈഫ് എക്സ്പീരിയൻസ് ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാവും. കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. മെയിനായിട്ട് പഠിക്കുന്ന കാര്യമാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പോലത്തെ നല്ലൊരു ഫുഡ് കാര്യങ്ങളൊന്നും നല്ല ഫുഡ് എന്നല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ നിന്നും കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിലും എല്ലാ ഹോസ്റ്റൽസിലും നല്ലൊരു ഫുഡ് തന്നെയായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വേറെ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടുത്തെ റൈസും കാര്യങ്ങളാണ്. സോ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ കുറേ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈവൻ നമ്മുടെ പിയർ ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും അല്ല നമ്മുടെ സീനിയേഴ്സ് ആയിട്ടാണെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് എൻ്റെ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ സീനിയേഴ്സ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. സോ അവരുടെ അടുത്തും നമ്മൾ അതിനനുസരിച്ച് ഒത്തുപോകണം. അതുപോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ പഠിക്കുന്നത് ആ ഒരു ലൈഫിലേക്ക് വരുന്നതിന് ശേഷമാണ്. സോ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക എല്ലാവരുമായിട്ടും. പക്ഷേ കൂടുതൽ ഒരു പ്രോബ്ലത്തിലും പോയി ഇൻവോൾവ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. അത് ഹോസ്റ്റലിലാണെങ്കിലും കോളേജിലാണെങ്കിലും. അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകുന്നോ അത് വെച്ച് നിങ്ങളുടെ മാക്സിമം കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ഒത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. ഇൻ കേസ് PG ആയിട്ട് വേറെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാതെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ഓൺ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഹോസ്റ്റൽ മെയിൻലി മിക്ക കുട്ടികളും ഹോസ്റ്റലിലായിരിക്കും സ്റ്റേ ചെയ്യുക. സോ
ഹോസ്റ്റലിൽ ഉണ്ടാവുന്ന, അതുപോലെ തന്നെ എക്സാംസിൻ്റെ ടൈമിൽ ഹോസ്റ്റലിൽ ഉണ്ടാവുന്ന പ്രഷർ അത് വേറെയാണ്. സോ ഹോസ്റ്റലിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ വി ക്യാൻ ചൂസ് വെദർ വി ഹാവ് ടു ഗോ ടു ഹോം ഓർ സ്റ്റേ ഇൻ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച്. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്നിടത്തോളം ടൈം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു ടൈം കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലാണ്. കാരണം കോളേജിൽ അത്രത്തോണ്ട് മിങ്കിളിംഗ് ഒന്നും നടക്കുന്നില്ല, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെയും മിങ്കിൾ ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ ഇരിക്കുന്ന ടൈമാണ്. സോ നമ്മൾ ഏതൊരു റൂമാണെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അവരുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ജൂനിയർ ആവാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് നമ്മൾ നിന്നാൽ നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ ലൈക്ക് കോളേജിലെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷൻസ് കാര്യങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിലൊന്നും അത്യാവശ്യം താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ ഞാൻ കോളേജ് കൗൺസിലിൻ്റെ കാര്യമാണ് മെയിൻലി പറയുന്നത്. കോളേജ് കൗൺസിൽ എന്ന് പറയുമ്പം കുറേ പൊസിഷൻസ് ഉണ്ടായിരിക്കും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ കുറേ പൊസിഷൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അതിലൊക്കെ കോൺഫിഡൻറ്റ്, നിങ്ങൾ അതിലൊക്കെ നിൽക്കാൻ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറേ അവസരങ്ങൾ കോളേജിലുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് അതല്ലായിരുന്നു. സോ അതിനൊന്നും ഞാൻ അധികം ഇൻട്രസ്റ്റ് കൊടുക്കാത്ത ഒരാളാണ്. എന്തോ അതിലൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതിലിഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. സോ അങ്ങനെയുള്ള കാര്യത്തിലും ആക്റ്റീവായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു കഴിവ് പുറത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണ് കൗൺസിൽ മെമ്പർ ആവുക എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഒരു ക്ലാസ് റെപ്പ് എന്ന് പറയുമ്പോൾ, കാരണം റെപ്പിൻ്റെ ഒരു പൊസിഷൻ എപ്പോഴും ഭയങ്കര ലൈക്ക് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചെയ്ത് വെക്കുകയാണെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ക്ലാസ് റെപ്പ് ആവാൻ ഞാൻ ഒരിക്കലും ആരും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്ന റെപ്പ് പോലെയൊന്നും ആയിരിക്കില്ല കോളേജിൽ വരുമ്പോൾ, നല്ല പണിയെടുക്കേണ്ടി വരും. സോ റെപ്പ് അല്ലാത്ത വേറെ എല്ലാ പൊസിഷനും അത്യാവശ്യം റെസ്പോൺസിബിളും ആണ്. അതുപോലെ തന്നെ ലൈക്ക് കുറച്ചുകൂടെ നല്ലൊരു പൊസിഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. റെപ്പും ഒരിക്കലും പൊട്ട പൊസിഷനല്ല, ലൈക്ക് നല്ലൊരു പൊസിഷനാണ്. പക്ഷെ അതുപോലെ നമുക്ക് പണിയെടുക്കേണ്ടി വരും. ലൈക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കോളേജിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ഞാൻ നമ്മുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെയായിരിക്കും MBBS ചേർന്നതിന് ശേഷം എന്ന് പറയാം. ലൈക്ക് അത്യാവശ്യം MBBS എന്ന് പറയുന്ന ഒരു 5 year ഡിഗ്രിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ സ്പേസൊക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് 5 years. അതും 4th yearലായിരിക്കും കുറച്ചുകൂടെ സ്ട്രെസ് വരിക, സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വൈസ് നോക്കുകയാണെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയറിൽ എനിക്ക് അത്യാവശ്യം ഞാൻ കളിച്ച് നടന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ലൈക്ക് ആ ഒരു കോളേജ് ലൈഫല്ല, എൻ്റേതായിട്ടുള്ളൊരു രീതിക്ക് ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്ത് കാര്യങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണൽ ലൈഫ് അത്യാവശ്യം നന്നായി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. പക്ഷെ സെക്കൻഡ് ഇയറിൽ വന്നപ്പം അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടഫായിരിക്കും ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി പഠിക്കാൻ ഫുൾ ടൈം പഠിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് സെക്കൻഡ് ഇയറിൽ അത്രയും ടൈം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ അത്രയും യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് കിട്ടേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമാണ്. സെക്കൻഡ് ഇയറിൽ തീരെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള സ്പേസ് എടുത്ത് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കൊണ്ട് നടക്കുന്നത് ആ ഒരു പേഴ്സണൽ സ്പേസ് എനിക്ക് അത്രയും ലൈക്ക് സേവ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. സോ മാക്സിമം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പേഴ്സണൽ സ്പേസും അതുപോലെ തന്നെ ഇപ്പോൾ ജേർണലിംഗ് ആയാലും വേറെ ഹോബീസ്, ഡയറി ആയാലും കാര്യങ്ങളൊക്കെ ആയാലും അതിന് വേണ്ടിയിട്ട് കുറേ ടൈം വേറെ സ്പെൻഡ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. സോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ ലൈക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഈ ഒരു 5 year അത്യാവശ്യം നല്ല പ്ലാൻഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ ലൈക്ക് എത്രത്തോണ്ട് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, ടൈം സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. കാരണം ഈ ഒരു MBBS എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഓർക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ലൈക്ക് അപ്പാർട്ട് ഫ്രം സ്റ്റഡിയിങ് നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും. ലൈക്ക് സ്റ്റഡിയിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് ലൈക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സ്കിൽസും അതുപോലെ തന്നെ തിയറി സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. സോ അതിൻ്റേതായിട്ടുള്ള സ്റ്റഡി, അതിൻ്റേതായിട്ടുള്ളൊരു നോളജ് നമുക്ക് എന്തായാലും നമ്മൾ സീക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ
ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളായിരിക്കും. സോ എന്തായാലും പേഴ്സണൽ സ്പേസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇതെല്ലാം കൂടെ ഒരു പ്ലാൻഡ് ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഫീൽ ചെയ്യും. MBBS അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നില്ല. ഇൻ കേസ് ഇപ്പം നമ്മൾ നമ്മുടെ തോട്ട്സും വ്യൂസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും MBBSലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിൽ കാണുന്ന ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കില്ല നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞാനിപ്പോൾ തന്നെ പറയാം. കാരണം എത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നാലും ഇൻ കേസ് വേറെ ആര് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിലും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു വിധത്തിൽ ഹെൽപ്പ് ചെയ്യും. അതിനപ്പുറം നിങ്ങളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് മെഡിക്കൽ കോളേജിന് ഒരിക്കലും നിങ്ങൾക്ക് ആക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു രീതിക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങളുടെ പ്ലാനിങ്ങും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സറൗണ്ടിങ്സും ആ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റിയാൽ ഏതൊരു ലൈഫും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൊരു കാര്യം ഞാൻ സെക്കൻഡ് ഇയർ അവസാനത്തിലാണ് അറിഞ്ഞു തുടങ്ങുന്നത് ഓരോ കാര്യങ്ങളും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അത്രയും കളഞ്ഞിട്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏതൊരു ടൈം ആയിക്കോട്ടെ, ഏതൊരു ലൈഫിൽ ഏതൊരു ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ടൈം ആണെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയിരിക്കണം മോസ്റ്റ്ലി. കാരണം നിങ്ങൾ അറിയുള്ളൂ. ഏതൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിലും നിങ്ങൾ അത്രയും ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് MBBSൻ്റെ ഏതൊരു ടൈമിലാണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് സ്റ്റഡിയിങ്, ഇറ്റ് ഈസ് കമ്മിങ് ടു സ്റ്റഡിയിങ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ്, റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും എടുത്ത് ചാടാതൊരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഈവൻ ഇറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്റ്റഡീസ്, ഏതൊരു കാര്യം ആയിക്കോട്ടെ. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നു, എനിക്ക് അത്യാവശ്യം ചില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ സ്ലിപ്പായി പോവാതിരിക്കുക. കാരണം ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ മോർ ഓവർ ഇറ്റ്സ് ലേണിങ്. അത് അപ്പാർട്ട് ഫ്രം ബുക്ക് കുറച്ച് ലൈഫ് ലെസൺസ് ലേൺ ചെയ്യുന്നൊരു ടൈമാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസേഷൻ വരുന്നത് ഫസ്റ്റ് ഇയറിൽ ഫുള്ളി ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ഫുള്ള് റിയലൈസേഷൻ്റെ ഒരു ഫേസ് ആണ്. ലൈഫ് ലെസൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക്കലി ഈവൻ ഇഫ് ഇറ്റ് ഈസ് സ്റ്റഡിയിങ്ങിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്? സെക്കൻഡ് ഇയറിലായിരിക്കും. സോ അതുകൊണ്ട് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോമൺ. കാരണം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് അങ്ങനെ. സോ കുറേ പേർക്ക് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും കോളേജ് കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവർ, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിലിരുന്ന് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് തന്നെ ആയിരിക്കുമോ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ എനിക്ക് നിങ്ങളോട് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, ഈ ഒരു മെഡിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് മീറ്റ് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് എത്രത്തോണ്ട് ലോ എക്സ്പെക്റ്റേഷൻ വെച്ചാലും ആ ഒരു ലെവൽ വരെ മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് നിങ്ങളുടെ കുഴപ്പമായിരിക്കില്ല, അല്ല അക്കാദമിക്കലി കുഴപ്പമായിരിക്കില്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമായിരിക്കില്ല. ഈ ഒരു ലൈഫ് അങ്ങനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലെവലിൽ, ഈ ഒരു ലിമിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു നോബിൾ പ്രൊഫഷനിൽ വേണ്ടി പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ ചാൻസസ് ഉണ്ട്. കാരണം ഞാൻ രണ്ട് ഫേസും കണ്ടിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ചില്ലടിച്ച് നടന്നിട്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ എന്ന് പറയുമ്പോൾ അത്രയും ഞാൻ പഠിത്തത്തിന് വേണ്ടി കുറേ ടൈം മാറ്റി വെച്ചൊരു ടൈമാണ് സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ. ബേസിക്കലി ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിൽ കുറച്ചുകൂടെ പഠിപ്പിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഓഫ്കോഴ്സ് കൂടും. കാരണം ടോപ്പിക്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ആയിരിക്കും വരിക. പക്ഷേ എങ്കിലും ഫസ്റ്റ് ഇയറിൽ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയേനെ. പക്ഷെ അത് വിചാരിച്ചൊരിക്കലും റിഗ്രറ്റ് എനിക്ക് ഫീൽ ചെയ്യാത്തത് ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പേഴ്സണലി. സോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും കോളേജ് ലൈഫ് ഭയങ്കര ചില്ലിങ് ആയിരിക്കും, കുറേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. എല്ലാ കോളേജിലും അങ്ങനെ ഉണ്ടായിരിക്കണം എന്നില്ല. അത് വിചാരിച്ച് എല്ലാ കോളേജും തീരെയും സെലിബ്രേഷൻസ് ഇല്ല അങ്ങനെയല്ല പറയുന്നത്. കുറേ കോളേജസിലൊക്കെ ഭയങ്കര ചുരുക്കിയിട്ടായിരിക്കും പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ റീലിൽ കാണുക, അല്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് കാണുക, കുറേ എക്സ്പെക്ട് ചെയ്ത് വെക്കുന്ന പോലെ ഒരു സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെലിബ്രേഷൻ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എത്രത്തോണ്ട് കഴിവുകളുണ്ടോ അതൊക്കെ മാക്സിമം ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങുക. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. കാരണം പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെയിം ടൈപ്പ് ആവുമ്പം
കുറച്ചുകൂടെ നമുക്ക് മടുക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ അതിനൊന്നും ലൈക്ക് അങ്ങനെയുള്ള ചാൻസസിലേക്കൊന്നും ഒരു ഇത് കൊടുക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ എത്രത്തോണ്ട് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ, അതുപോലെ എത്രത്തോണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുമോ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് പോസ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ എത്രത്തോണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ സ്ലിപ്പായി പോകുന്ന ടൈം ഉണ്ടായിരിക്കും, നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്ട് ആയി പോകുന്ന ടൈം ഉണ്ടായിരിക്കും, വേറെ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ടൈം ഉണ്ടായിരിക്കും. സോ അതൊക്കെ കോമൺ ആണെങ്കിലും നമ്മൾ മാക്സിമം ഞാനൊരു പറഞ്ഞ രീതിക്ക് എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ഒരു പ്ലാൻ ടൈം വെച്ച് ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ പഠിപ്പിനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വർക്കിംഗ് ഡേയ്സിൽ ഒരു 1 hour അല്ലെങ്കിൽ 1 to 2 hours നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റി, അല്ല വീക്കെൻഡ് സൺഡേസിൽ നിങ്ങൾക്ക് കുറച്ച് നേരം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കാദമിക് അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് പോവാം. ലൈക്ക് ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് എടുക്കേണ്ട ഒരു ടൈം. അത് ഓഫ് കോഴ്സ് ആരായാലും, എത്രത്തോണ്ട് പഠിക്കുന്ന ആൾക്കാരായാലും ഫൈനൽ എക്സാമിൻ്റെ ആ ഒരു 2 months ഓഫ് കോഴ്സ് അത് നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ അത് വരെയുള്ളൊരു ജേർണി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആവണമെങ്കിൽ നമ്മൾ റൊട്ടീൻലി നമ്മൾ പഠിച്ചു പോവുക. അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. ലൈക്ക് അത് വിചാരിച്ച് ഓഫ് കോഴ്സ് ഒരു ഗ്യാങ്ങിൽ മാത്രം കൂടി നിൽക്കാതിരിക്കുക, അല്ല ഒരു ഫ്രണ്ട് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഈ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് എല്ലാ ജേർണിയിലും നിങ്ങൾക്ക് കുറേ നല്ല ആൾക്കാരെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് പറ്റും. സോ അതെല്ലാം റിയലൈസ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബി യുവർ സെൽഫ്. കാരണം നിങ്ങളിൽ കൊടുക്കുന്നൊരു പ്രയോറിറ്റി ഒരിക്കലും മാറാതിരിക്കുക. അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ എത്രത്തോണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പ്ലേസ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കുറേ നിങ്ങളിലുള്ള നെഗറ്റീവ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നിങ്ങളിലുള്ള ലിമിറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഏതിലാണോ അത്രയും നന്നായി നിൽക്കുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ കുറേ ലൈക്ക് ലൈഫിൻ്റെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു 5 years നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്ന ഒരു 5 വർഷമാണ് MBBS എന്ന് പറയുന്നത്. സോ എത്രത്തോണ്ട് നന്നായി നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും നിങ്ങൾ എൻജോയ് ചെയ്ത് പോവുക. സോ എല്ലാവരും കേരളത്തിൽ തന്നെ പഠിക്കണം എന്നുണ്ടായിരിക്കില്ല. കുറേ പേർക്ക് തമിഴ്നാടായിരിക്കും, കുറേ പേർക്ക് വേറെ സ്റ്റേറ്റ് ആയിരിക്കും. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതൊരു സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ആ ഒരു പ്ലേസിനെ നിങ്ങളുടെ പ്ലേസ് ആണെന്ന് വിചാരിക്കുന്നത് അതുവരേക്കും ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. അത് ഏതൊരു പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടേതല്ലാതെ എത്രത്തോണ്ട് വിചാരിക്കുന്നോ അത്രത്തോണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലേസ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ എപ്പോഴാണോ നിങ്ങൾ ആ ഒരു പ്ലേസിനെ നിങ്ങളുടെ പ്ലേസ് ആയിട്ട് വിചാരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഇത് ഞാൻ റിയലൈസ് ചെയ്തത് സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ് ഒക്കെ ആയപ്പോഴാണ്. സോ ഫസ്റ്റ് ഇയറിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തമിഴ്നാട് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മളത് ആലോചിക്കുക, ഈ ഒരു ഡിഗ്രി കിട്ടാനായിട്ട് എത്ര പേര് കൊതിക്കുന്നുണ്ട്. സോ ഏതൊരു പ്ലേസിലായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്ലേസിലാണെന്ന് വിചാരിച്ച് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ പ്ലേസ് കൊണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് അധികം ഫീൽ ചെയ്യേണ്ടി വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഫസ്റ്റ് ഇയറിലേക്ക് പോകാനുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. സോ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനും റിയലൈസ് ചെയ്യാനും അതിനനുസരിച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്താനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അക്കാദമിക്കലി ഓഫ് കോഴ്സ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് എത്രത്തോണ്ട് നന്നായി പഠിക്കാനായിട്ട് പറ്റുമോ അത്രയും നന്നായി പഠിക്കുക. എത്രത്തോണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ, എത്രത്തോണ്ട് നിങ്ങളെ തന്നെ സെൽഫായിട്ട് നിങ്ങൾക്ക് എത്രത്തോണ്ട് ബെസ്റ്റ് ആക്കാനായിട്ട് പറ്റുമോ അത്രയും ചാൻസസ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. സോ ചൂസ് വൈസ്ലി, യൂസ് വൈസ്ലി. അതുപോലെ തന്നെ നന്നായി എൻജോയ് ചെയ്ത് കോളേജ് ഈ ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.